ലോക ജനസംഖ്യയുടെ ഏകദേശം 800 കോടി ജനങ്ങളുണ്ട്. ആ 800 കോടി ജനങ്ങളിൽ ഏകദേശം 90% ജനങ്ങളും പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതിനെതിരായിട്ട് വാസ്തവത്തിൽ തടസ്സമായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായ ഒരു അതിർത്തിയില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു അതിർത്തിയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ ഒരു അതിർത്തിയില്ല. കാരണം എന്താ? ചരിത്ര യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലസ്തീൻ ജനതയെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കൺമുമ്പിൽ ഒരു വംശഹത്യ ഇത്രയും നഗ്നമായി നടന്നിട്ടും ജനാധിപത്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന ആളുകൾ എവിടെ പോയി? ഈ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഈ എല്ലുന്തി നിൽക്കുന്ന പട്ടിണിപ്പാവങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഈ മനുഷ്യത്വരാഹിത്യത്തെ ഈ ലോകം കണ്ടില്ലെന്നടിക്കുന്നു. ഇത് ഇനി ഒരു നിവൃത്തിയില്ല. ഇത് ഈ ഇസ്രായേലിന്റെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കാൻ നിർവാഹമില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, കാനഡ, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങളിതാ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണ്. ഈ 65,000 എന്ന് പറയുന്നത് ശരിയായ കണക്കല്ല. 100,000-ലേറെ പേരെങ്കിലും ഇതിനകം ഈ വംശഹത്യയുടെ ഭാഗമായി മരിച്ചിട്ടുണ്ടാകും. ഗാസ സിറ്റി വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. ഇനി എന്ത് സംഭവിക്കും? ഐക്യരാഷ്ട്ര സംഘടനാ പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ എന്നിവ അടക്കം 10 രാജ്യങ്ങൾ പലസ്തീന് രാഷ്ട്ര പദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് ലോകം. അതുകൊണ്ട് തന്നെയാണ് പലസ്തീൻ രാഷ്ട്രം പൂർണ്ണമായ അർത്ഥത്തിൽ വന്നില്ലെങ്കിൽ പോലും പലസ്തീൻ സ്റ്റേറ്റിന് എന്ന് പറയുന്ന സങ്കല്പത്തെ 142 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ലോകത്തൊട്ടാകെ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഏകദേശം 800 കോടി ജനങ്ങളുണ്ട്. ആ 800 കോടി ജനങ്ങളിൽ ഏകദേശം 90% ജനങ്ങളും പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്, ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതിനെതിരായിട്ട് വാസ്തവത്തിൽ തടസ്സമായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇസ്രായേലും മറ്റൊന്ന് അമേരിക്കയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക സെക്യൂരിറ്റി കൗൺസിലിൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കണം, അംഗത്വം കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരും അപ്പോൾ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രശ്നം. കാരണം എന്താണ്? പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണ്ട എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്ന, സർവാത്മനാ പിന്തുണയ്ക്കുന്ന, എല്ലാ തരത്തിലും ആയുധവും സമ്പത്തും പിന്നെ ആളും എല്ലാം നൽകിയ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. എസ്പെഷ്യലി ട്രംപ് ഇസ്രായേലിനേക്കാൾ വലിയ സയനിസ്റ്റ് ആണ് വാസ്തവം പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു നിലപാടാണ് രാഷ്ട്രം നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ ഈ ഇസ്രായേൽ നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കൃത്യമായ ഒരു അതിർത്തിയില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു അതിർത്തിയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അങ്ങനെ ഒരു അതിർത്തിയില്ല. കാരണം എന്താ? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഗോലാൻ ഹൈറ്റ്സ് വേണം, വെസ്റ്റ് ബാങ്ക് വേണം, ഗാസ വേണം, സിനായി പ്രദേശങ്ങൾ വേണം. അതായത് ഈ ലെബനന്റെയും യോർദാന്റെയും ഈജിപ്തിന്റെയും സിറിയയുടെയും അങ്ങനെയുള്ള മുഴുവൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രേറ്റർ ഇസ്രായേൽ, വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന സങ്കല്പം, ബിബ്ലിക്കൽ സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആ സങ്കല്പത്തെ സാധ്യമാക്കാൻ വേണ്ടി നിൽക്കുന്നയാളാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന സയനിസ്റ്റ് പ്രധാനമന്ത്രി. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, എൻ്റെ ആത്മീയമായ ഉത്തരവാദിത്വമാണ് ഈ വിശാല ഇസ്രായേൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത്. യോർദാൻ നദിയുടെയും മെഡിറ്ററേനിയൻ കടലിന്റെ ഇടയിൽ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, ഈ പലസ്തീൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ബസാലേൽ എന്ന് പറയുന്ന മന്ത്രിയും, ബസാലേൽ സ്മോട്രിച്ചും ഇത്താമർ ബെൻഗിർ എന്ന് പറയുന്ന മന്ത്രിയൊക്കെ ആൾക്കാർ. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള, അതായത് ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ്. ആ ചരിത്ര യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലസ്തീൻ ജനതയെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീൻ എന്ന് പറയുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയെ ഈ തരിശ് നിലമാക്കി മാറ്റുന്നത്. അത് ഒന്നിനു പുറകെ ഒന്നായി അവിടെയുള്ള എല്ലാത്തരം ബിൽഡിങ്ങുകൾ, സ്കൂൾ, ആശുപത്രികൾ, വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ഇതെല്ലാം എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളെ മനുഷ്യത്വരഹിതമായി ഇടിച്ചു നിരത്തുന്ന കാഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ വംശഹത്യ, അതായത് നമ്മുടെ കൺമുമ്പിൽ ഒരു വംശഹത്യ ഇത്രയും നഗ്നമായി നടന്നിട്ടും ജനാധിപത്യം, മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്ന ആളുകൾ എവിടെ പോയി? അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ആണല്ലോ നിരന്തരമായിട്ട്
ഈ ജനാധിപത്യത്തെക്കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ഇങ്ങനെ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഈ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഈ എല്ലുന്തി നിൽക്കുന്ന പട്ടിണിപ്പാവങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഈ മനുഷ്യത്വരാഹിത്യത്തെ ഈ ലോകം കണ്ടില്ലെന്നടിക്കുന്നു. ആരാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്? ആരും പ്രതികരിക്കുന്നില്ല. ഒക്കേഷണലി ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതല്ലാതെ വാസ്തവത്തിൽ ഇത് എന്നേ അവസാനിപ്പിക്കേണ്ടതല്ലേ? അവസാനിപ്പിക്കാൻ രാജ്യങ്ങൾക്ക് കഴിയാത്ത എന്താ? എല്ലാ രാജ്യങ്ങളും വിചാരിച്ചാൽ കഴിയുന്നല്ലേ ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്ത് എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ ജനാധിപത്യമില്ല, നിങ്ങളുടെ അവിടെ മനുഷ്യാവകാശമില്ല എന്ന് പറയുന്നത് അവിടെ വേണമെങ്കിൽ സൈനികമായി പോലും ഇടപെടാൻ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അവരുടെ കൺമുമ്പിലല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണോ? ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഗാസ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു എന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് മാത്രമാണ് ഈ ജനാധിപത്യവും മനുഷ്യാവകാശവും. അല്ലാതെ ഇതിനകത്തൊന്നും ആത്മാർത്ഥതയില്ല എന്ന് ലോകം തിരിച്ചറിയണം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇനി ഒരു നിവൃത്തിയില്ല. ഇത് ഈ ഇസ്രായേലിന്റെ ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കാൻ നിർവാഹമില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഫ്രാൻസ്, ജർമ്മനി, പോർച്ചുഗൽ, കാനഡ, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇതാ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് ആത്മാർത്ഥത കൊണ്ടല്ല. അപ്പൊ ഇത് നിർവാഹമില്ല. കാരണം അവിടെയുള്ള ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറയണം, നിങ്ങൾ ഇത് എന്താണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക്, ഈ ഭരണാധികാരികൾക്കെല്ലാം ഇതിനെതിരായി നടപടിയെടുക്കേണ്ടി വന്നത്. അപ്പൊ അതാണ് ഇതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ജനറൽ അസംബ്ലിയിൽ ഇവരെല്ലാം പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കും എന്നുള്ളത് കൊണ്ട് പലസ്തീന് രാഷ്ട്രപദവി കിട്ടാൻ പോകുന്നില്ല. പലസ്തീന് രാഷ്ട്രപദവി കിട്ടണമെങ്കിൽ ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിൽ അത്തരമൊരു റെസൊല്യൂഷൻ വന്ന് ആ രാജ്യങ്ങൾ, അതായത് ഒന്നുമില്ലെങ്കിലും ഈ 9 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പർമാർ, സ്ഥിരാംഗങ്ങളായിട്ടുള്ള 5 രാജ്യങ്ങൾ അംഗീകരിക്കണം. 5 രാജ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന മെജോറിറ്റിയോട് കൂടിയിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അത് അവിടെ നിന്ന് ജനറൽ അസംബ്ലിയിലേക്ക് ഈ റെസൊല്യൂഷൻ പോവുകയും ജനറൽ അസംബ്ലിയിൽ പാസ്സാക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം യാഥാർത്ഥ്യമാകത്തുള്ളൂ. അതിന് തയ്യാറാവാതെ കുറച്ച് രാജ്യം അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ളതല്ലാതെ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്ര സ്വപ്നം യാഥാർത്ഥ്യമാകത്തില്ല. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാകാതെ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകില്ല ഒരു കാരണവശാലും. കാരണം ഒരു പലസ്തീൻകാരൻ, 23 ലക്ഷം ജനങ്ങളാണ് ഗാസയിൽ മാത്രമുള്ളത്. ആ 23 ലക്ഷം ജനങ്ങളിൽ ഏതാണ്ട് ഈ 65,000 67,000 എന്ന് പറയുന്നത് ശരിയായ കണക്കല്ല. 1 ലക്ഷത്തിലേറെ പേരെങ്കിലും ഇതിനകം ഈ വംശഹത്യയുടെ ഭാഗമായി മരിച്ചിട്ടുണ്ടാകും. അതിലേറെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ വലിയ ഗുരുതരമായ അംഗഭംഗം വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ തന്നെ ഈ 1 ലക്ഷം പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 2/3 ഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. ഈ കുട്ടികളെയും സ്ത്രീകളെയും മനഃപൂർവ്വമായി കൊല്ലുന്നത് വംശഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം കുഞ്ഞുങ്ങൾ ജനിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങൾ വളരാൻ പാടില്ല. ഇത് വംശഹത്യ എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന 1948 ഡിസംബർ മാസം 9 പാസാക്കിയ പ്രമേയത്തിന്റെ 5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വംശത്തെയും സമൂഹത്തെയും ഈ തെരഞ്ഞു പിടിച്ചു കൊല്ലുക, അവരെ ജീവിതയോഗ്യമല്ലാതാക്കി മാറ്റുക എന്നൊക്കെ പറയുന്ന പ്രൊവിഷൻ അതിനകത്തുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും വംശഹത്യയെ കൃത്യമായി നിർവചിച്ചിട്ടും ഈ വംശഹത്യ എന്ന് പറയാൻ ഒരു രാജ്യവും തയ്യാറാവുന്നില്ല. അതാണ് നമ്മൾ കാണേണ്ടത്. ഐക്യരാഷ്ട്ര സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ ചുമതല വഹിക്കുന്ന ഇന്ത്യ വംശ കൂടിയായിട്ടുള്ള നവി പിള്ള, ദക്ഷിണാഫ്രിക്കക്കാരിയാണ് അവർ. നവി പിള്ള പറഞ്ഞു വംശഹത്യയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ റാപ്പറ്റീർ ആയിട്ടുള്ള ഫ്രാൻസിസ്കോ അൽബനീസ് പറഞ്ഞു വംശഹത്യയാണ് നടക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു, ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു വംശഹത്യയാണ് നടക്കുന്നത്. പക്ഷെ രാജ്യങ്ങൾ പറയാൻ തയ്യാറാവുന്നില്ല. ഈ രാജ്യങ്ങൾ പറയാൻ തയ്യാറാവുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുകയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുകയും ബാക്കിയുള്ള മുഴുവൻ രാജ്യങ്ങളും ഒരുമിച്ച് തയ്യാറായി വന്നാൽ മാത്രമേ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാവുകയുള്ളൂ. പലസ്തീൻ എന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാവില്ലെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും വീണ്ടും പുകഞ്ഞുകൊണ്ടിരിക്കും. അത് ലോക രാഷ്ട്രീയത്തെ മുഴുവൻ, ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുക്കെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും.